വെൽക്കം ടു ആൾ. ഐ ആം സതീഷ് കുമാർ. നമ്മളിന്ന് വയർമാൻ പെർമിറ്റിനും ടെക്നിക്കൽ പി എസ് സികൾക്കും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും വീഡിയോ പാർട്ട് 14 ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് 181ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒരു ഓട്ടോ ട്രാൻസ്ഫോർമറിൽ എത്ര വൈൻഡിംഗ് ഉണ്ട്? ഓട്ടോ ട്രാൻസ്ഫോർമർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാബുകളിലൊക്കെ ഇരിക്കുന്നതാണ്, നമ്മുടെ ലബോറട്ടറികളിലൊക്കെ ഇരിക്കുന്നതാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ എന്താണ്, 0-ൽ നിന്ന് 270 എത്തുന്ന ഒറ്റ വൈൻഡിങ് മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഉത്തരം 1 ആണ്. 182ാമത്തെ ചോദ്യം. ഒരു ട്രാൻസ്ഫോർമറിന്റെ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും വ്യതിയാനമില്ലാത്തത് ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ്? നമ്മൾ വാട്ട് ഈസ് എ ട്രാൻസ്ഫോമർ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് പറയുന്ന ഉത്തരം ട്രാൻസ്ഫോമർ ഈസ് എ സ്റ്റാറ്റിക് പീസ് ഓഫ് electrical apparatus which transforms electrical energy from one circuit to other circuit without changing its frequency. അതായത് ചേഞ്ച് ആവാത്തത് ഫ്രീക്വൻസിയാണ്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ കറണ്ട് കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ വോൾട്ടേജ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ എന്തൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ ഇത് എന്ത് ചെയ്താലും V/I എന്ന് പറയുന്ന ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം ആയിരിക്കും, പവർ സെയിം ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് പവറും ഫ്രീക്വൻസിയുമാണ്. 183ാമത്തെ ചോദ്യം. ഒരു വൈദ്യുത മോട്ടോറിൽ ഏത് തരം ഊർജ്ജ മാറ്റമാണ് നടക്കുന്നത്? മോട്ടോർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ്, ഇലക്ട്രിക് കറണ്ടാണ് കൊടുക്കുന്നത് അല്ലേ? കൊടുക്കുമ്പോൾ അത് കറങ്ങുകയാണ്. അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് വൈദ്യുത ഊർജ്ജത്തെ യാന്ത്രിക ഊർജ്ജമാക്കി മാറ്റുന്നു. 184ാമത്തെ ചോദ്യം. MCCBയുടെ പൂർണ്ണ രൂപം എന്ത്? പലരും മെയിൻ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ എന്നൊക്കെ പറയാറുണ്ട്. ഒന്നും അല്ല, മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ. മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ. 185ാമത്തെ ചോദ്യം. എനർജിയുടെയും പവറിന്റെയും യൂണിറ്റ് എന്ത്? പലർക്കും തിരിഞ്ഞു പോകുന്ന ഒരു സാധനങ്ങളാണ്. എനർജി എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ എനർജിയാണ്, അത് കിലോ വാട്ട് അവർ ആണ്. അതേസമയം പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് KW ആണ്. ഓക്കെ, എനർജി KWH, പവർ KW. 186ാമത്തെ ചോദ്യം. ഒരു മോട്ടോറിന്റെ കറങ്ങുന്ന ഭാഗത്തെ എന്തെന്ന് വിളിക്കുന്നു? മോട്ടോറിനാകെ 2 പാർട്ടേ ഉള്ളൂ, സ്റ്റേറ്ററും റോട്ടറും അല്ലേ? അപ്പൊ സ്റ്റേറ്ററിലാണ് നമ്മുടെ വൈൻഡിങ്, ബോഡി വൈൻഡിങ് ഒക്കെ, ബോഡി എല്ലാം വരുന്ന സ്റ്റേറ്റർ ഭാഗത്താണ് എല്ലാം ഫിറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്താണ്, ഇപ്പൊ ഇത് കറങ്ങുന്ന ഭാഗത്ത് എന്തെന്ന് വിളിക്കുന്നു? റോട്ടർ എന്ന് വിളിക്കുന്നു. 187ാമത്തെ ചോദ്യം. മിക്സിയിൽ കാണുന്ന കാർബൺ ബ്രഷിന്റെ ഉപയോഗം എന്താണ്? ഈ മിക്സിയിലെ റോട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ആർമേച്ചറാണ്. ഫീൽഡ് വൈൻഡിങ്ങിലേക്കുള്ള സപ്ലൈ ആർമേച്ചറിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്, ആർമേച്ചർ കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സോൾഡർ ചെയ്യാനോ ക്ലിപ്പ് ചെയ്യാനോ സ്ക്രൂ ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പൊ ഈ കറങ്ങുന്ന സാധനത്തേക്ക് സപ്ലൈ എത്തിക്കുക എന്ന് പറയുന്നത് ഒരു ഇതുപോലൊരു സെപ്പറേറ്റ് ഐറ്റത്തിന്റെ ഉപയോഗം ഉണ്ടെങ്കിലേ, ജോലി ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കാർബൺ ബ്രഷ് എന്ന് പറയുന്നത് ഈ കറങ്ങുന്ന ആർമേച്ചറിലേക്ക് അല്ലെങ്കിൽ റോട്ടർ പാർട്ടിലേക്ക് സപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ നിന്നുള്ള കറണ്ടിനെ റോട്ടറായ ആർമേച്ചറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കാർബൺ ബ്രഷ് ഉപയോഗിക്കുന്നത്. 188ാമത്തെ ചോദ്യം. എർത്ത് ഇലക്ട്രോഡും കെട്ടിടവും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട മിനിമം അകലം എത്രയാണ്? നമ്മൾ ആരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. എല്ലാ വയറിങ്ങുകാരും എന്താ ചെയ്യുന്ന, മീറ്റർ ബോർഡ് തൊട്ട് താഴെയായിട്ട് അതിനൊരു കുഴിയെടുക്കുക, താക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്യാറില്ല. മുമ്പുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞു എന്റെ ഒരു എർത്ത് റെസിസ്റ്റൻസ് എത്ര ആയിരിക്കണം, എർത്ത് ഇലക്ട്രോഡ് എത്ര ഡെപ്ത് ഉണ്ടായിരിക്കണം, പൈപ്പർത്തിന്റെ ഇലക്ട്രോഡ് എത്ര ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എർത്ത് ഇലക്ട്രോഡും കെട്ടിടവും തമ്മിലുണ്ടായിരിക്കേണ്ട മിനിമം അകലം എത്രയാണ്? ഉത്തരം 1.5 മീറ്റർ. കെട്ടിടത്തിൽ നിന്നും 1.5 മീറ്റർ മാറിയേ ഇത് ഫിറ്റ് ചെയ്യാവൂ. അതിന് കാരണങ്ങൾ പലതാണ്. എങ്കിലും മെയിനായിട്ടുള്ളതെന്ന് പറയുന്നത് കെട്ടിടത്തിലേക്കുള്ള വൈദ്യുത ആഘാതങ്ങളോ മിന്നലോ ഒന്നും എത്താതിരിക്കുക, അതുപോലെ തന്നെ മഴ നനയാനുള്ള, അതായത് അല്ലെങ്കിൽ നനവ് കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. 189ാമത്തെ ചോദ്യം. ഒരു വീട് വയറിങ്ങിൽ ഉപയോഗിക്കേണ്ട മെയിൻ എർത്ത് കോപ്പറിന്റെ സൈസ് എത്ര? 18 kg 20 kg ഒക്കെ ഉപയോഗിക്കുന്നത് ഇപ്പോഴും ഉണ്ട്. ഒന്നുമല്ല, ഏറ്റവും മിനിമം എന്ന് പറയുന്നത് 16 kg ആണ്. എത്രത്തോളം ഗേജ് കൂടും അത്രത്തോളം കോപ്പറിന്റെ സൈസ് കൂടുന്നതനുസരിച്ച്, ഏരിയ ക്രോസ് സെക്ഷൻ കൂടുന്നതനുസരിച്ച് ഈസി ഫ്ലോ ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ മിനിമം 16 ഉപയോഗിക്കുക. ഓക്കെ, അടുത്ത 200ാമത്തെ ചോദ്യം, 190ാമത്തെ ചോദ്യം. എനർജി മീറ്റർ ഒരു
ഡാഷ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ്. എനർജി മീറ്റർ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ഇത് കാണിച്ചു തരികയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ കാണിച്ചു തരുന്ന സാധനത്തെ അതിനകത്ത് റെക്കോർഡ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ എനർജി മീറ്റർ ഒരു റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ്. 191 ചോദ്യം, LT ലൈനും കെട്ടിടങ്ങളും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട മിനിമം ക്ലിയറൻസ് എത്രയാണ്? ഒരു കെട്ടിടത്തിന്റെ അടുത്തൂടെ ലൈൻ കൊണ്ടുപോകാൻ പറ്റത്തില്ല. മിനിമം എന്ന് പറയുന്നത് 1.2, അതായത് 4 അടി നീളമെങ്കിലും ഉണ്ടായിരിക്കണം. കൈയെത്തിയാൽ എത്തരുത്. ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് കൈയെത്തിയാൽ അങ്ങ് തട്ടരുത്. അത്രയും 1.2 മീറ്റർ ദൂരമെങ്കിലും ഉണ്ടായിരിക്കാം. 192 ചോദ്യം, ഉപഭോക്താവിന്റെ സർവീസ് കണക്ഷന്റെ തുടക്കത്തിൽ തന്നെ മെയിൻ സ്വിച്ചോ ബ്രേക്കറോ സ്ഥാപിക്കണമെന്ന് എത്രാമത്തെ റെഗുലേഷനിലാണ് നിഷ്കർഷിച്ചിരിക്കുന്നത്? നമ്മുടെ CEA റെഗുലേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്ന് പറയുന്നത് CEA റൂൾ 35. ഒരു 4-5 റൂളുകൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഒരുപാടൊന്നുമില്ല. അപ്പൊ ഇതെല്ലാം ഒന്ന് കാണാതെ പഠിക്കുക. ഓരോ വീഡിയോയിലും മിക്കവാറും ഓരോന്ന് വെച്ചെങ്കിലും ഉണ്ടാവും. 193 ചോദ്യം, ബി സീരീസ് MCBകൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ബി സീരീസ് MCBകൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ വീട്ടിൽ തന്നെ നോക്കിയാൽ മതി. അതിനകത്ത് B ഇത്ര ആംബിയർ എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് ബി സീരീസ് ആണ്. പിന്നെ ചെറിയ ചെറിയ കൊമേഴ്സ്യൽ പർപ്പസിനുമാണ്. അപ്പോൾ റെസിഡൻഷ്യൽ സർക്യൂട്ടുകളിലും ചെറിയ കൊമേഴ്സ്യൽ സർക്യൂട്ടുകളിലുമാണ് ബി സീരീസ് MCBകൾ ഉപയോഗിക്കുന്നത്. 194 ചോദ്യം, ഒരു DOL സ്റ്റാർട്ടറിന്റെ സിമ്പൽ കാണിക്കുക. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ DOL സ്റ്റാർട്ടറിന്റെ സിമ്പൽ. ഓക്കെ, അടുത്തത് 195, അതായത് ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യം, കണ്ടക്ടറുകളുടെ വ്യാസവും ഗേജും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മളെ പലരും വെൽഡിങ്ങുകാരൊക്കെ പറ്റിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. അതിനെപ്പറ്റി അറിവില്ലാത്തവരെ, ഗേജ് കൂടുന്നതനുസരിച്ച് കനം കുറഞ്ഞു വരും. അതായത് വ്യാസം കുറഞ്ഞു വരും. അപ്പൊ നമ്മള് 16 ഗേജും 20 ഗേജും തമ്മിലുള്ള വ്യത്യാസം, 16 ഗേജിന് കനം കൂടുതലാണ്, 20 ഗേജിന് കനം കുറവാണ്. അപ്പോ ഗേജ് കൂടുതലനുസരിച്ച് വ്യാസം കുറഞ്ഞു വരുന്നു. അപ്പോ 14ാമത്തെ പാർട്ട് വീഡിയോ എല്ലാവർക്കും വ്യക്തമായി എന്ന് കരുതുന്നു. 15ലേക്ക് വരുന്നതുവരെ നിങ്ങൾ കാത്തുനിൽക്കുക. അതുവരെ താങ്ക് യു.